കാലവർഷം ശക്തമായി നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കാലവർഷം നമ്മൾക്ക് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. ഇതിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇച്ചാ ഇത് ആക്ച്വലി മുയലിന് തിന്നാൻ കൊടുക്കുന്ന സംഭവമല്ലേ ഇത്? ചേടാ അവിടെ ഒരു ചെറുതായിട്ട് നിൽക്കുമായിരുന്നു, കെട്ടി വെക്കാൻ വേണ്ടി വിട്ടുപോയായിരുന്നു. പിന്നെ പപ്പയാണ് ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത്. പപ്പയ്ക്ക് പറ്റാത്തോണ്ട് ചെയ്യാനും പറ്റിയില്ല. കണ്ട മുരിക്കയുടെ ആ ഏലത്തെ നമ്മുടെ കുരുമുളക് അതല്ല, അത് മാത്രല്ലേ കുരുത്തം കൊണ്ട് ആ ഏലത്തിലൊന്നും കറക്റ്റ് ഒരേലം പോയി. ആ ഒരേലം പോയി. ഇല്ല സൈഡാ പോയുള്ളൂ. സൈഡാണോ? ഇത് വെട്ടി ഒതുക്കണം. ആ ഓക്കെ. ആ ഏലത്തിന്റെ സൈഡ് ഏല മാത്രമേ പോയുള്ളൂ. കറക്റ്റ്. നമ്മുടെ ഈ സൈഡിലെ ക്യാമറ അത് പോയി. ഇനി അത് ഫിക്സ് ചെയ്യണമെന്നല്ലേ? അയ്യോ അത് ചാടിപ്പോയോ? ദൈവമേ. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പക്ഷെ എന്നാലും ഇങ്ങോട്ട് വ്യൂ കിട്ടുന്ന ക്യാമറ അപ്പറേ ഉണ്ട്. ഇതിപ്പോ എന്നാ ചെയ്യാൻ പോണേ? ഭയങ്കര മഴയായിരുന്നു. ഇതിപ്പോ എന്നാ ചെയ്യാൻ പോണേ? ചെറുതാക്കി കാണാം. അറിയാമോ ഞാൻ ചെയ്തു തരണോ? നേരെ ഒരു ഇല വെട്ടറിയാൻ പാടുള്ള ടീമാണ് എന്നോട്. ഈ പറമ്പ് മുഴുവൻ ഞാൻ വെട്ടിത്തെളിച്ച് കാണിച്ചു തരും. മോട്ടിവേഷൻ ഇല്ലായ്മയാണ് പലതിനും കാരണം, അതറിയാവോ? മോട്ടിവേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റും. പപ്പ അത് ക്ലീൻ ചെയ്യുക, പറമ്പ് വെട്ടി ക്ലീൻ ചെയ്യുക. ആ ചക്കീരെ കാണിച്ചു കൊടുക്കും. ചക്കീരൻ്റെ ഇല വെട്ടട്ടെ ചായ. മൊയലിന്റെ ഫേവറേറ്റ് ഫുഡാ ചക്കീത്. മൊയലില്ലേ? ആ ഓക്കെ ഓക്കെ. ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് എന്നെ മിണ്ടാനല്ലേ ചക്കി? പപ്പയുടെ വർത്താനം നിർത്തിയിട്ട് കൊച്ചിന് എന്നാ ഇത് ഓടിപ്പോടും. തെന്നി വീഴും. എന്നാ പറ്റിയേ? ഉറുമ്പ് വന്നപ്പോഴേക്കത് ജീവനും കൊണ്ട് ഓടി. ചക്കിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ലാത്ത അവസ്ഥയാണ്. കണ്ടോ കുഞ്ഞു കാറ്റിൽ ഇത്ര വലിയ മരം വീഴുവോ? ഇച്ചിരി നല്ല കാറ്റായിരുന്നു. പിന്നെ ആ മരത്തിന് ചെറിയൊരു കേടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പെട്ടെന്ന് ഒടിഞ്ഞു വീണത്. ചില ജോണിക്കുട്ടി അതിന്റെ ഇലയൊക്കെ വെട്ടിയെടുക്കുക. ബേബി നല്ല കരച്ചിലാണല്ലോ ചായ. ഞാൻ പോവാ അത്തോട്ട്. ഇന്നലെ അവന് കുറുക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൻ പിന്നെ അതിന് ശേഷം കരച്ചിലോട് കരച്ചിലാ. ഇത് കണ്ടോ? ഇതെന്ത് പൈനാപ്പിളാ ഇത്? അത് കൊള്ളാം, കോമഡി ആയിപ്പോയി പൈനാപ്പിൾ കണ്ടിട്ട്. രാവിലെ വീണ്ടും മഴ, ശക്തമായ മഴ. ഒരു 15 മിനിറ്റ് നേരം അല്ലേ? നമ്മുടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച വീട്ടിലോട്ട് പോവുകയായിരുന്നു. അത് വേറെ ആരുടെ വീടല്ല, നമ്മുടെ വീട് തന്നെ. അതല്ല, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ ആ വീഡിയോ അടുത്ത് മറ്റേ ആൽബം ചെയ്യുമ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ ഒന്ന് കാണിക്കാൻ കേട്ടോ. കുറെ പേര് ചോദിച്ചായിരുന്നു പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കാമോ. നമ്മൾ 1-2 ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ പുതിയത് കാണാനുള്ള, അത് പുതിയതല്ല, ആ സമയത്തെ ഫോട്ടോസൊക്കെ കാണാവേ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയില്ല, അത്ഭുതമായിട്ട് തോന്നിയില്ല. പിള്ളേര് കണ്ടിട്ടില്ല ഇന്നവരെ. ഇവിടെയായിരുന്നു ആൽബം. നല്ല കാറ്റ്, തണുപ്പ്, മഴ. അതായത് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലായിടത്തും കേരളത്തിൽ 6 ടിക്കറ്റ് എന്നല്ല, കുഞ്ഞുവാക്ക് ടിക്കറ്റ് ഇല്ല. ഒരെണ്ണോട് എനിക്ക് 2 പേരുടെ കണ്ട് ടിക്കറ്റ് എടുക്കണം പറഞ്ഞ കളിയാക്കുവാണ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴേ കറക്റ്റ് ആ പെരുമഴ അങ്ങ് നിന്നു. അപ്പൊ എലിച്ചക്ക എന്ന് പറയാൻ മേളിലുള്ള ചക്ക മമ്മി പറഞ്ഞ് ഇട്ട് തരാമെങ്കിൽ മമ്മി പുഴുക്ക് പുഴുങ്ങാൻ തുടങ്ങാം. നാടൻ കോഴി പെങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു നാടൻ കോഴി പൂനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചക്കയും കോഴിയും, നാടൻ ചക്കയും നാടൻ കോഴിയും. ആ അതല്ലേ, അതിനല്ലേ ഒരു സാധാ പ്ലാവ്. അതിന് നാടൻ പ്ലാവ് എന്ന് പറയാലോ. അപ്പൊ ഞാൻ പോയി ഒന്ന് കൊപ്പൂർക്കട്ടെ. എന്നെ തടയരുത്. അപ്പോൾ സ്ഥിര വഴിയിലൂടെ പോവുകയാണ്. പാഷൻ ഫ്രൂട്ട് മുഴുവൻ, പാഷൻ ഫ്രൂട്ടിൻ്റെ കൊതി അങ്ങ് തീർന്നു കേട്ടോ. ഇനി വീണ് കിടക്കുന്നത് വേണ്ടാന്നുള്ള മട്ടായി. ഇനി കൊതി തോന്നണം എപ്പോഴാന്ന് പറയാം അവിടെ ചെന്നിരുന്ന് ഇതൊക്കെ കാണുമ്പോ, ഈ വീഡിയോ കാണുമ്പോ. അതായത് പപ്പ വയ്യായൊന്നും ആദ്യം മുമ്പ് നട്ട കപ്പയാണേ. അതെ. അപ്പൊ നമ്മൾ ബാപ്റ്റിസം ഇവിടെ വെച്ച് നടത്താന്ന് ഓർത്തിട്ടാണ് ഇരുന്നത്. അപ്പൊ മുറ്റമൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റമൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി വീടിന്റെ മുറ്റത്ത് പിള്ളേർക്ക് കളിക്കും, അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കട്ടെ. ഈ സൈഡിൽ പന്തലിടാന്ന് ഇച്ചായം പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് മറ്റേ പന്തലുകാര് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഈ സൈഡില് കപ്പ നടാന്ന് പറഞ്ഞാൽ ഓർത്തില്ലാന്നറിയാം. ഇച്ചാൻ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. ഇത്രയും കപ്പ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ കപ്പയൊന്നും ആയിട്ടില്ല, ആ സമയമാകുമ്പോഴേക്കും കപ്പ പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പന്തലിടാൻ വേണ്ടിയിട്ട് കപ്പ വലിച്ചു, അതിപ്പോ 3-4 കപ്പയിൽ അങ്ങ് വലിച്ചു പറിച്ച് കളഞ്ഞാൽ പോരെന്ന്.
ഉയ്യോ പപ്പയ്ക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇച്ചായൻ കേട്ടേനെ ഇഷ്ടത്തിന്. ഒത്തിരി കഷ്ടപ്പെട്ടു ഇത്രയും കപ്പ അത് ചെയ്യുന്ന മോശമാണ്. പിന്നെ നമുക്ക് പിന്നെ ചെറുതായിട്ടല്ല നടക്കാൻ. അതെ. അപ്പൊ നമ്മുടെ ഏണിയും എടുത്തുകൊണ്ട് ചക്ക പറിക്കാൻ പോവുകയാണ്. എവിടെ ഏണി? ഏതാ? ഇതാണോ ഏണി? സൂക്ഷിച്ചേ, സൂക്ഷിച്ച്. ഇരുമ്പിന്റെ ഏണിയാണോ? മറ്റേ ഇന്ത്യയുടെ ഏണിയൊക്കെ മഴക്കാലത്ത് ഇവിടെ ഹൈ റേഞ്ചിലെല്ലാം പോകത്തില്ലേ? പറയുന്ന പോലെ അല്ലാട്ടോ, കഷ്ടപ്പാട് വലിയ പാടാ. അല്ല, ഈ പരിപാടികളൊക്കെ ആയിരുന്നു പപ്പ ചെയ്തത്. പപ്പയ്ക്ക് എത്ര വയസ്സുണ്ട്? 65 വയസ്സ്. 65 വയസ്സുള്ള പപ്പ പുഷ്പം പോലെ ചെയ്ത കാര്യങ്ങള് 43 വയസ്സുള്ള മകൻ. മോനെ എന്റെ ചെറിയ കാലഘട്ടം മുതൽ നന്നായിട്ട് കഷ്ടം. എന്നേ ആ വാഴയുടെ ഇത് തട്ടിക്കളയല്ലേ, വാഴയെല്ലാം കുത്തി പൊട്ടിക്കും കേട്ടോ. ആ ഞാൻ മേളിലോട്ട് കയറി വരണം. ആ ഈ ചക്ക വലിച്ച് അടിക്കാൻ നേരത്തോട് പറയണ്ടോ? മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ കേറാൻ കോൺഫിഡൻസ് ഉണ്ടോ? എല്ലാവിധ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടോ? ഞാൻ ഇതിലേ കയറി വരുന്നത് ഈ മതിലും പുറത്തോടെ എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ തെന്നി താഴെ വീഴും. ഇത് ഒരു ചക്കയിടാന്ന് പറഞ്ഞാൽ ഏലം മുഴുവൻ ചവിട്ടിക്കൂട്ടി കളയരുത് കേട്ടോ. ഏലം മുഴുവൻ ചവിട്ടിക്കൂട്ടി കളയല്ലേന്ന്. എനിക്കതായാലും ഈ വഴിയെ കയറാൻ പറ്റത്തില്ല, അത്രയും വലിയ മതിലിൻ്റെ. അതിനേക്കാളും എളുപ്പവഴി നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡാണ്. എല്ലായിടത്തും ഹൈറ്റ് കൂടുതലാണ്. അയ്യോ ഉടുപ്പ് ചെളി. ഇതുവഴി കയറി പോവാന്ന് പറഞ്ഞേ. നോക്കട്ടെ, വേറൊരു കൊടി. പിള്ളേരെ ഇരുന്നുണ്ടായിരുന്നു, വിളിച്ചോണ്ട് വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചെളി മുഴുവൻ മേത്തായി. പിന്നെ അവരെല്ലാം തേച്ച് കുളിപ്പിച്ച് ഇപ്പൊ പോകാനിരിക്കുന്നതുകൊണ്ട് ഉടുപ്പൊന്നും കളയണ്ടല്ലോ ഓർത്തോണ്ടാ. പറമ്പിനകത്തൊരു ഇതുപോലൊരു കുഴി കുഴിച്ചിട്ടേക്കുവാണേ, വേസ്റ്റുകളൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇടയ്ക്ക് കത്തിക്കുകയൊക്കെ ചെയ്യും. എവിടെയാ? ചക്ക എവിടെയാ? ചക്ക എവിടെയാണ്? ഞാൻ അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാം. എനിക്ക് ഏണിയിൽ ഞാൻ പിടിക്കണോ? ഈശോയെ, അമ്മേ, നടു ഒടിഞ്ഞു. കഷ്ടപ്പെടാതെ ഒരു കാര്യവും നടക്കത്തില്ല അല്ലേ അമ്മേ? ഓ, 8 കാലിയുടെ വല എൻ്റെ കണ്ണില്. ഇതെടുത്തേച്ചേ. കണ്ണിനകത്ത് 8 കാലി പോയോ? പിന്നെ ഇത്തവണ വളമൊന്നും ശരിക്കും ഇടാൻ പറ്റാത്തതുകൊണ്ട് പണിയാത്തതുകൊണ്ട് കാ കുറവാണ്. പുതിയ തൈ കേട്ടോ. തന്നെ കയറില്ലേ? ശരിക്കും പിടിക്കണേ ചെരുപ്പിട്ടാണോ ചേ കയറണേ? അല്ല, തന്നെ കയറേണ്ടി വരും. അതല്ല, ചെരുപ്പിട്ടാണോ കയറുന്നേ? കാല് വേദന എടുക്കോ? മരം തെന്നിയിട്ടുണ്ടോ? തെന്നി വീഴല്ലേ? മരത്തേല് കെട്ടിപ്പിടിച്ചേക്ക. ഇച്ചേതത്തെ സൂക്ഷിച്ച് അരികത്തേക്ക് പോകണ്ട ചേ, അത് ഉണങ്ങിയിരിക്കുന്ന കമ്പാന്നേ. കേരളയിൽ അത് മതി ചേ. അവിടെ ഇച്ചോയാ ആ തുഞ്ചറ്റത്തോട്ട് കയറും അങ്ങോട്ട്. ആ ഒറ്റയ്ക്ക് കിടക്കണം പറക്കിച്ചായ. ആന്നേ, ആ ഇവിടെ ചോട്ടി കിടക്കുന്ന ഒറ്റയ്ക്ക് അതിനെ അങ്ങ് പറക്കുക. അതല്ല മറ്റത്. ഇച്ചേ തലയില് മേളിലോട്ട് കുറച്ചുകൂടി മേളിലോട്ട് പോട്ടെ. തോട്ടി മേളിലോട്ട് കയറട്ടെ. തോട്ടി മേളിലോട്ട് ഇച്ചിരി കൂടെ കയറട്ടെ. കൂഴിയാണോ? കൂഴി. അപ്പം പുഴുങ്ങാൻ നല്ലതാ. സൂക്ഷിച്ച് ഇറങ്ങണേ.
ആ കരുനാക്ക് വളച്ച് പറിക്കാതെ കേട്ടോ. കരുനാക്ക് വളച്ച് പറയരുത്. പണ്ടായിരുന്നു പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്ന് 3-4 പിള്ളേരുണ്ട്, അവരെ ഓർക്കണം. 4 പിള്ളേര്, 4-മത്തത് അരയുള്ളല്ലോ, കുഞ്ഞതാണല്ലോ. ആ അപ്പൊ സ്വാർത്ഥത ഇച്ചിരി കുറയ്ക്കണം നമ്മള്. നമ്മുടെ കാര്യം മാത്രമല്ല ചിന്തിക്കണ്ടേ. എന്നാ ചക്ക കഴിക്കണം, പക്ഷെ അതിന് വലിയ അഭ്യാസ പ്രകടനം കാണിക്കില്ലെന്നല്ല പറഞ്ഞോളൂ. ഏല ഒരെണ്ണം ചക്ക ഇട്ട് ഒടിച്ചു. പപ്പ കാണാത്തത് ഭാഗ്യം. ശരിക്കും പറഞ്ഞ പറമ്പിൽ പണിത് രാവിലെ പണിത്. പക്ഷെ ഏലത്തിന്റെ ഇടയിൽ പാമ്പുണ്ടാവും, അതറിയാവോ? ഓ പച്ചില പാമ്പുണ്ടാവും. ഒന്നുമില്ല, പറന്നു കിടക്കും പാമ്പ്. ഇതൊന്നും അറിയില്ലേ? അത് നിങ്ങളെ കൃഷി സ്ഥലം കാണാണ്ട് മോനെ ഒരു വൃത്തിയില്ലാട്ടോ ചായ പണിക്ക്. പണി ചെയ്യുമ്പോ കംപ്ലീറ്റ് ആണെങ്കിൽ ഇതേ കൂടെ ഒക്കെ ഇതൊക്കെ അടിച്ചു വരി കളയണമായിരുന്നു. പെര പണിത സമയത്ത് പെയിന്റ് അടിക്കാൻ കൊണ്ടുവന്ന് പാത്രങ്ങൾ നോക്കി ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കണം. ആ യെസ്, മൊത്തം മഴ നനഞ്ഞിട്ടായി പോലെ. ഞാനും ഇനി മാറുന്നില്ല ഇതായിരുന്നു. കുളിക്കോ? കുളിക്കോന്ന് ഇവിടെ നിന്നാണോ കുളിക്കാൻ പോകുന്നേ? അവിടെ നിന്നേച്ചായ ഇത് സ്നെയില് കുണ്ടിയിൽ പറ്റിയിരിക്കണം. തട്ടിക്കളാം. എനിക്ക് അയ്യ ഞാൻ ചെരുപ്പ് വെച്ച് അടിക്കാം. ഒരു കോലെടുത്ത് തോണ്ട്. അതുകൊണ്ട് സീറ്റേ ഇരിക്കാനുള്ളല്ലേ. മുണ്ട് മാറണോട്ടോ, മുണ്ട് മാറണമെന്ന്. മുണഞ്ഞിയും പോണെങ്കിൽ വെള്ളം വെച്ചാൽ മുണഞ്ഞിയും പോവില്ല. അതിന് എണ്ണ തൂക്കണം. ഓക്കെ, അങ്ങനെ വീണ്ടും മഴ മാറി. മാളി പോവാ നമുക്കാ. യശക്കുട്ട യശക്കുട്ട എന്നെ നോക്കണേ ഒന്ന്. രണിക്കുട്ടിന്റെ രണിക്കുട്ടി വാ. ചക്കിന്റെ ഹലോ ഹലോ. ആ കൊട എടുത്തോ. നമ്മള് കല്ലാറ് കുട്ടി. രണിക്കുട്ടി കാവില്ല എന്നാടാ എന്നാ ചിപ്സ് ഒക്കെ ആണോ? കൈ ഒടിഞ്ഞോ? വണ്ടി കയറിക്കോ. ചക്കി വാരി കയറിക്കോ. നിങ്ങൾ കയറിക്കോ. മാളു വാ, പപ്പ തുറന്നുതരാം. ഈ വണ്ടിക്ക് ബാക്കിലെ സീറ്റ് ഉണ്ടല്ലോ, ശരിക്കും ഇന്നോവയിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. കാരണം ബാക്കിലേക്ക് ശരിക്കും ബക്കറ്റ് സീറ്റ് പോലെ ആക്കുകയും ചെയ്യാൻ പറ്റും. നന്നായിട്ട് സൗകര്യമുണ്ട്. ആകെ മൊത്തം ഒരു കുഴപ്പമുള്ളൂ, ഈ സീറ്റ് മടക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതർവൈസ് അടിപൊളിയാണ് വണ്ടി. നല്ല പവറാണ്. ഒത്തിരി ഡീറ്റെയിൽ. മാളി കയറിക്കോ. അങ്ങനെ നമ്മൾ നേരെ പോവാണല്ലേ. നമുക്ക് പൊന്മുടി ഡാം വഴി ഒക്കെ പോകാം. വഴിക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് എത്തും, ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ച് 593 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. ഗേറ്റ് അടഞ്ഞ് കിടക്കണമേ. കാറ്റ് ഇത് കണ്ടോ, കാറ്റ് കാരണം എപ്പോഴും ഡോർ ഇത് ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കും. അപ്പൊ നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങി പോയിട്ട് ഇത് ചെയ്യണം. ഓരോരുത്തരും ടേൺ എടുത്താണ്. സാറിന് പിള്ളേർ ഇതിപ്പോ ഒരു ഡോറേ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ആരെങ്കിലും ഇറങ്ങാതെ പറ്റില്ല. അപ്പൊ എളുപ്പം നമ്മൾ തന്നെ പോവാണ്. അപ്പൊ നിങ്ങൾ കടയിൽ പോകുമ്പോ ചോണിക്കുട്ടിക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ പോകുമ്പോ ഞാൻ ഊടി വന്നിട്ട് ഇത് തുറന്നിട്ട് ഊടി പോകും. ഓ സത്യം, ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ അറിയാം. വെരി ഗുഡ്. ചക്കി എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? എന്തിനാന്ന് ചക്കി വെച്ച് എന്തിനാന്ന് ചോദിച്ചേക്ക്. നമ്മള് ചോക്ലേറ്റ് ഉണ്ടാക്കണ സാധനം കാണാൻ പോവാ. നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതുകൊണ്ട് ബോംബെയുടെ ചോക്ലേറ്റ് അരക്കാം. അത് ചെയ്യാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പറ്റും. ചട്ടിയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അത് പുളിപ്പിച്ചെടുക്കണം ഫസ്റ്റ്. പുളിപ്പിച്ചെടുത്തിട്ട് ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. അത്
അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് ഡ്രൈ ആക്കണം, എന്നിട്ട് അത് എന്നിട്ട് മിൽക്ക് പൗഡറും ബട്ടറും ഷുഗറും ചേർത്ത് പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് മോൾഡിലിട്ട് ഫ്രീസറിൽ വെച്ച് ചോക്ലേറ്റ്. അതായത് നമ്മളിപ്പോ പോകുമ്പോ ഉണ്ടല്ലോ ഫസ്റ്റ് കല്ലാറിട്ട് ഷാപ്പിൽ കയറാം. ഷാപ്പിൽ കയറി എന്തിനും കഴിക്കാം, കഴിച്ചിട്ട് നമുക്ക് പോവാം. പൊളിച്ചു. ഓക്കെ ഓക്കെയാണോ? ഓക്കെ പിടി കിട്ടു അവിടെ കിട്ടായിരിക്കും. ഈ ഇന്ത്യയില് ഈ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഫുള്ള് ഈ ചക്കപ്പറവും മാങ്ങപ്പറവും അതും എല്ലാം അവിടെ എല്ലാം വീട്ടിലൂടെ ഒക്കെ ഉണ്ടല്ലേ, പറമ്പിലൂടെയൊക്കെ. പക്ഷെ എല്ലായിടത്തും ഇല്ല, ഹൈ റേഞ്ചിലും അതുപോലെ കുറച്ച് സ്ഥലം ഉള്ളിടത്തേക്കേ ഉള്ളൂ. ബാക്കി അല്ലെങ്കിൽ നമ്മൾ വാങ്ങണം നമ്മുടെ ഫീൽഡിൽ പോലെ. മമ്മന്റെ ഫേവറേറ്റ് നാട്ടിലത്തെ മുട്ടായി എന്നാണ്? നാട്ടിലെ ഫേവറേറ്റ് മുട്ടായി അങ്ങനെ ചോദിച്ചു മമ്മിക്ക് മാംഗോ ബൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ അതിപ്പോ കിട്ടുമോന്ന് അറിയില്ല, ഉണ്ടോ ഇപ്പൊ മാംഗോ ബൈറ്റ് ഉണ്ടോ? എനിക്ക് സത്യം പണ്ട് പ്യാരീസ് ഉണ്ടായിരുന്നു. പ്യാരീസ് 25 വയസ്സ് 5 വയസ്സ് എനിക്ക് മറന്നു എത്രയുണ്ടേ. എനിക്ക് പക്ഷെ എക്ലെയർ ഇഷ്ടമായിരുന്നു, പിന്നെ മാംഗോ ബൈറ്റ്. ഇത് രണ്ടുപേരും എക്ലെയർ പാലിൽ ഒട്ടിപ്പിടിക്കുവേ, അത് ഞാൻ ചപ്പി തിന്നത്തില്ലോ കടിച്ചിരുന്നുണ്ട്. പപ്പന്റെ ഉണ്ടായിരുന്നു. പപ്പയുടെ പാരീസ് എന്ന് പറഞ്ഞ ചെറിയ മുട്ടായിട്ട് നല്ല ഇപ്പൊ. പിന്നെ നാരങ്ങ മുട്ടായി. നാരങ്ങ മുട്ടായി ഇഷ്ടമായിരുന്നു അല്ലേ? പുളിമുട്ടായി ഇഷ്ടമായിരുന്നു. എനിക്ക് പണ്ട് ഇഷ്ടമാണ് നാരങ്ങ മുട്ടായി. അപ്പൊ സെലിയാന്റിന്റെ വീട്ടിൽ പോയി പണെങ്കിൽ പണ്ട് എനിക്ക് അതേപോലത്തെ ബോട്ടിലുണ്ടാതെ അതാത്തോടെ. അപ്പൊ നമ്മള് അപ്സ്റ്റേഴ്സിൽ ഉറങ്ങാൻ പോയേ. അപ്പഴാണെങ്കിൽ അവിടെയാണെങ്കിൽ ഞാൻ സെലിയാന്റിക്ക് പറഞ്ഞു എന്റെ നാരങ്ങ മുട്ടായി തൊടിയില്ലെന്ന്. എനിക്ക് മഞ്ച് ഇഷ്ടം. മഞ്ചാണോ കൊച്ചിന് ഇഷ്ടമായി? ഞാൻ അവരെ ആണോ? ചക്കിയുടെ ഫേവറേറ്റ് എന്നതാ നാട്ടില്? അല്ല ചക്കിയുടെ ഫേവറേറ്റ് എന്നാ? എന്തേലും ഉണ്ടോ? ഏതൊരു മുട്ടായി കൊച്ചിന് ഇഷ്ടമുണ്ടോ നാട്ടില്? മഞ്ച്. ഓക്കെ, മഞ്ചിലായിട്ട് വേറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല തോന്നുന്നു അല്ലേ? മറ്റേ കോഫി ബൈറ്റിന്റെ പോലത്തെ അല്ലേ? കോഫിയുടെ ഫ്ലേവർ ഉള്ളല്ലേ? അത് കൊള്ളില്ല. പിന്നെ ഡാർക്ക് ഫാന്റസി എന്ത് രസമായിരുന്നു. സൈഡിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. പണ്ട് നമ്മള് താമസിച്ചുകൊണ്ടിരുന്ന കല്ലാറൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണേ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം 2013 നമ്മൾ നിലവിൽ രാജാക്കാട്ടിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ ഫില്ലിൽ പോന്നു കഴിഞ്ഞപ്പോഴേക്കും പപ്പയുടെ വീട്ടുകാരെല്ലാം രാജാക്കാട് ആയതുകൊണ്ട് ഒരു സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഒരാളുള്ളത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രാജാക്കാട് പോയി സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പണിത് അല്ലേ? അതെ അതെ. പക്ഷെ കല്ലാറിന്റെ സ്ഥലം കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് തൊട്ടടുത്ത് വേറെ സ്ഥലമുണ്ട്, വൈസമാലി സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോകാൻ എളുപ്പം, രാജാക്കാട് പോകാൻ എളുപ്പം. പിന്നെ പെങ്ങന്മാരൊക്കെ അടുത്താണ്. ഒരാൾ രാജാക്കാട് അടുത്ത് തന്നെയാണ്, ഒരാൾ നെടുങ്കണ്ടത്താണ്. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഓടിയെത്താലോ. അതുകൊണ്ട് പപ്പയും മമ്മിയും ഇവിടുന്ന് നമ്മുടെ കല്ലാറൂട്ടി സ്ഥലത്തുനിന്ന് രാജാക്കാട്ടിലോട്ട് പോകുന്ന അവരവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇതിപ്പോ ആക്ച്വലി കൊടുത്തിട്ടില്ല, പക്ഷെ എല്ലാം പൊളിഞ്ഞു പോലത്തെ സിറ്റുവേഷൻ ആണ്. കടയൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്, വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. ഇപ്പൊ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം വിൽക്കാനായിട്ട് നോക്കുന്നു. ഇനിയിപ്പോ അതിനകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എഴുമണിയാവുന്നുള്ളൂ. എന്തോ ഇവിടെ കുറെ ആൾക്കാരുടെ ഫോട്ടോസ്, പക്ഷെ അവർ മുസൽമാൻ പോലെ അവിടെ ഇവിടെ അങ്ങനെ ഒത്തിരി റെക്ലാം വെക്കും, പരസ്യങ്ങൾ വെക്കും. ജിമ്മിന്റെ പരസ്യം ചെയ്യണം. ജിമ്മിന്റെ പരസ്യം വെക്കുമ്പോ മസിലുള്ള ആൾക്കാരുടെ പരസ്യം വെക്കും. പിന്നെ കോഴിയിറച്ചി വെക്കുന്നിടത്ത് അന്നേരം കോഴിയുടെ പരസ്യം വെക്കും. തലയുടെ അവിടെ മാത്രം കോഴിയുടെ ഇത് അവിടെ ഞാൻ കാണിച്ചാ മസിലുള്ള കോഴി. അതില്ല, തലയുടെ അവിടെ പൂവൻകോഴിയുടെ തല വെക്കും. എന്നിട്ട് ബോഡിയൊക്കെ ഇങ്ങനെ മസിലുള്ള നമ്മുടെ ബോയ്സിന്റെ ബോഡി വെക്കും. ഓഹോ, സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങൾ കള്ള. സ്കൂളിൽ കള്ളം പറയും. ടീച്ചറാണെങ്കിൽ പറഞ്ഞു ഒരു പ്ലാനറ്റ് ഇല്ലേ സത്തുർണൂസ്, അവിടെ പോയെങ്കിൽ അവിടെ കൊറേ ഡയമണ്ട്സ് പറക്കൂന്ന്. ഡയമണ്ട്സ് പറക്കൂന്ന് പറഞ്ഞോ? അത് ജോക്ക് പറഞ്ഞായിരിക്കും. സീരിയസ് ആയിട്ട്. ഓ സീരിയസ് ആണ്. ഒരു ടിവി കാണിച്ചു പെൻസിലുകൊണ്ട് എല്ലാം കാണിച്ചോളിന്നു. ഓക്കെ, ടിവിയിലെ ടീച്ചറാണോ അത് പറഞ്ഞേ? ജോക്സ് എല്ലാം ഡേ കെയറിലാണോ അതേ ടിവിയിലെ ടീച്ചറാണോ അത് പറഞ്ഞേ? ഡേ കെയറിൽ ഒരു ടീച്ചർ. മോനെ സ്കൂളിൽ ചെല്ലുമ്പോ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മള് കല്ലാറൂട്ടി എത്തി കേട്ടോ. ഇതാണ് കല്ലാറൂട്ടി ഡാം. നിറച്ചു വെള്ളമാണേ. ഷട്ടർ എല്ലാം തുറന്നു വിട്ടു എന്ന് പറയുന്നത്. ആദ്യം നമ്മള് ഇതിന് മേളിലൂടെ വണ്ടി പോകാൻ പറ്റൂലേ? വേറെ പാലമല്ലേ? നമ്മുടെ വണ്ടി കയറുവോ? അങ്ങനെ കേറാല്ലേ?
ഡാം പറഞ്ഞിട്ടേക്കുന്നു. അയ്യോ, ഇതാണ് ഈ കല്ലാറുണ്ണി ഡാം എന്ന് പറയുന്ന സംഭവം. എല്ലാ ഷട്ടറും തുറന്നോട്ടേക്കോട്ടെ. ദൂരം വെള്ളം നോക്ക്, എന്നെ ഫോഴ്സിലാണ് പോകുന്നേ. അയ്യോ, ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി അതാണ്. ഈ പാലത്തിന് മേളിലോട്ട് റെസ്ട്രിക്ട് ചെയ്താണ്, അതായത് എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എല്ലാ വണ്ടികൾക്കും പോകുന്ന ഒരു പാലം തൊട്ടപ്പുറയുണ്ട്, അതിനോട് നമ്മൾ കയറാൻ പോവാം. കല്ലാറുട്ടി ഡാമിലെ 5 ഷട്ടർ തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കല്ലാറുട്ടി ഷാപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കള്ളു കുടിക്കാന്നുള്ള ലക്ഷ്യമല്ല, നല്ല കറി, കപ്പ, അങ്ങനെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കുക. പെട്ടെന്ന് ഇറങ്ങി പോരെ എന്നെ ചേക്കു. 2 വർഷം മുന്നേ വന്നപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് ഇതായിരുന്നേ. പക്ഷെ ഇപ്പം അതെല്ലാം മാറി, പൊടിയൊക്കെ പോയി നല്ല ക്ലീൻ ആയിരുന്നു. എവിടെ പോയാലും ഗജരാജ് പ്രളയപ്പെട്ടാണ് ജോലിക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ കയറിയത് ഫാമിലി റൂമിലാണ് കയറിയിരിക്കുന്നത്. ചക്കി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് മീൻ പീര. എന്താ സ്പെഷ്യൽ മുയൽ ഫ്രൈ ഉണ്ട് കേട്ടോ. കൂന്തല്, കക്ക, തെങ്ങ്, ഞണ്ട്, കാട, കരിമീൻ. ആളി തന്നെ സംഭവം അറിയോ? അതായത് പനയുടെ ജ്യൂസാണ്. ടേസ്റ്റ് വേണം ചെയ്യാം, നിങ്ങൾക്ക് വേണേൽ ടേസ്റ്റ് ചെയ്യാം. ചിക്കുവിന് ചെറിയ പ്രായത്തിൽ ചിക്കു കഴിച്ചിട്ടുള്ളതാണ്. ചെറിയ പ്രായത്തിലല്ല, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും പനങ്ങളാണ്. ചെത്തിക്കൊണ്ടെന്ന് പറയാൻ നല്ലതാണ് നോക്കട്ടെ. കൊച്ചിലെ പാൽ ഇതന്നെ മൊയല, കേര, കപ്പ. മൊയലുണ്ട് നോക്കിയേ ജോണിക്കുട്ടി. മൊയല എങ്ങനെയുണ്ട് നോക്കിയേ. ആ, മൊയലിന്റെ പീസ്. ചക്കി ചക്കി എന്താ പരീക്ഷിക്കുന്നേ? എല്ലാം പരീക്ഷിക്കണം. ആ, മൊയലിനെ കഴിച്ചു നോക്കിയേ. നല്ലതാണോ? മൊയൽ നമ്മൾ തിന്നിട്ടുണ്ട്. അവിടെ ഫിറ്റ് വെച്ച് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചെക്കു? ചക്കി കഴിച്ചേ? പിടി പിടി. നല്ല മഴ കേട്ടോ പുറത്ത്. മൊയില് നല്ലതാണ്. മൊയിൽ നല്ലതാണോ? പപ്പയ്ക്ക് കുഴപ്പമില്ല, ശരിയായിരുന്നു. ഇതെന്നാ അറിയില്ലോ, വീട്ടിലുണ്ട്. കാട 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 ചിക്കൻ. എടാ ഒരു കപ്പയും 3 പിടി വേണം. ആ പ്ലേറ്റ് അത് പ്ലേറ്റിലും കുഴപ്പമില്ല. ചിക്കൻ കോഴിക്കുഞ്ഞല്ല, നമ്മൾ ഇന്നലെ മുട്ട കഴിച്ചില്ലേ, അങ്ങനത്തെ കോഴി. അതിന്റെ മീറ്റിലുള്ള കോഴി ഇതിങ്ങനെ എടുത്ത് കഴിച്ചു നോക്കിയേ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഫുഡ് കഴിക്കുന്ന സാധനം അങ്ങനെ ചെയ്യാൻ പാടില്ല. കഴിച്ചു നോക്കി. എങ്ങനെയുണ്ടതേ? ചക്കി ഇഷ്ടപ്പെട്ടോ? ആള് കഴിച്ചു നോക്കിയേ. കോഴി മുഴുവൻ ഇരിക്കുന്ന കാണുമ്പോൾ തിന്നാൻ ഒരു മടിയൊന്ന് കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ടായി. പപ്പ ടേസ്റ്റ് ചെയ്തായിരുന്നു.
6 മാസം. ചിക്കൻ സോ നല്ല ചിക്കൻ നല്ലതാണ്. നല്ല ചിക്കനാണ്. എനിക്ക് ടേസ്റ്റ് സമയം കിട്ടിയിട്ടില്ല. ഭയങ്കര പാടാ. ആണോ? എങ്ങനെയുണ്ട്? ബിരിയാണോ? എങ്ങനെയുണ്ട്? മാളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാടു കാട ഫ്രൈ ആണ്. ഞാൻ യൂഷ്വലി ഒന്നും തിന്നില്ല, പക്ഷെ ഇതൊരു മിറാക്കൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ചക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ എന്നാ ശാന്തനായിട്ടാണ് ഇരിക്കുന്നത്. അവനറിയാം ഈ കഴിക്കുന്നതെല്ലാം അവന് കിട്ടാനുള്ളതാണ്. അവൻ ഇത്രയും പ്ലേറ്റ് സാധനങ്ങൾ നമ്മൾ ഇത്രയും പേര് വഴി കഴിച്ചു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആള്. ഞങ്ങളൊക്കെ 2 കളിപ്പിച്ച് പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു മയമുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാട ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കഴിച്ച കാടമുട്ടയില്ലേ അപ്പോഴേ എന്റെ പൊന്ന് കുറച്ചുകൂടെ കഴിക്കട്ടെ അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കഴിക്കാട്ടോ. പിള്ളേര് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു എന്ന് മാത്രമല്ല, അവരവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ വരെ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? ഓരോ വിഷയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? വിശപ്പ് അറിയോ? ജോണിക്കുട്ടി കാടയെ പോലെ കരയുന്ന, കാടക്കോഴീനെ പോലെ കരയുന്ന. ഇവിടെ ഒരു പല്ലി ഇരിപ്പുണ്ട് അതിൻ്റെ അടിയിൽ. ചക്കിക്ക് പോണേന് ഇപ്പം അതിൻ്റെ വാലെ തൊടണം. അതിൻ്റെ വാലെ തൊട്ട് അതിൻ്റെ വാല് മുറിഞ്ഞു പോകും. അത് വാല് മുറിച്ചിട്ടിട്ട് ഓടും. തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല് മുറിച്ചിട്ടിട്ട് അത് ഓടി രക്ഷപ്പെടും. അതിൻ്റെ സർവൈവൽ സ്കില്ലത്. അപ്പം അത് വിചാരിക്കും ആനിമല് ചത്തെന്ന് ഓർത്ത് പേടിച്ച. പിന്നെ ഉണ്ടായി വരും. ഇല്ല മമ്മ എടുക്കാം. ഇപ്പൊ ചെയ്യണ്ട. ഞാൻ വിചാരിച്ച അതിന്റെ വാല് മുറിക്കാൻ പോകും. അവൻ കൈ ഓക്കെ. തല മുറിച്ച് കളയില്ല. അതിന്റെ ബോഡിയുടെ എവിടെ ടച്ച് ചെയ്താലും വാല മുറിച്ച് കളയണേ. വാല് മുറിച്ച് കളഞ്ഞിട്ട് ചേച്ചിമാരുടെ പ്രത്യേക പരിപാടിയാണ്. കരയാൻ സമ്മതിക്കില്ല അവനെ. കരയുമ്പോഴേക്കും അത് പാട്ടാക്കി മാറ്റും അവരെ. കൈ തുടയ്ക്കാൻ സോപ്പിട്ടാണ് കഴിയാൻ. വാ കഴിയില്ല ജോലിക്കുട്ടി. വന്നേ വാ കഴുക. എടാ നീങ്ങ് വന്ന് ഇവിടെ ഇറങ്ങിക്കേ. വാ കഴുക. അവർ വിചാരിക്കും കാടക്കോഴിയാണ്. നിന്നെ പിടിച്ച ഒരു ഫ്രൈ ആക്കും കേട്ടോ. വായിക്കകത്ത് വാ കഴുക. ഇതിന്റെ ബാക്കിലാന്ന് കശാപ്പ് ചെയ്യണം. വെട്ടുമുട്ടൊക്കെ കീഴുന്ന സ്ഥലം കിട്ടുന്നുണ്ട്. ഓക്കെ വാ കഴുക. വായിൽ ശരിക്കും വെള്ളം എടുത്ത് കഴുകിയോ? ഇച്ചിരി എടുക്കുക. കുറച്ച് അകത്ത് കയറാൻ കാത്തിരുന്നു. നല്ല തെളിച്ചൊക്കെ ആയിട്ട് പുറത്ത് മഴയൊക്കെ മാറി. പക്ഷെ പെയ്യൂന്ന് തോന്നുന്നു. വേഗം പോകാൻ നമുക്ക്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചു എപ്പോഴും വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് കുറേ കൂട്ടുകാരുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടായിരുന്നു കേട്ടോ വന്നേ. അപ്പം എപ്പോഴും ഇതില് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ, അതായത് നമ്മൾ ഇതിൽ പോകണമെങ്കിൽ ഈ വഴിയിലൂടെ വേണമായിരുന്നു പോകാൻ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നൊസ്റ്റാൾജിയ ഫീലാണ് ഇവിടെ. ഇത് ഞങ്ങൾ വെള്ളക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമ്മുടെ റോഡുമായിട്ട് അടുത്തോടെയാണ് വെള്ളം പോകുന്നത്. കല്ലാർകുട്ടി ഡാമിൽ വെള്ളം തുറന്നു വിടുന്നത് അടുത്തോടെയാണ് പോകുന്നത്. ഇച്ചേനൊക്കെ നീന്തൽ പഠിച്ച തോടാണ്, പുഴയാണ്. അല്ല നല്ല പച്ചപ്പായിപ്പിക്കാൻ എന്ത് രസമല്ലേ? പണ്ടും ഇത്രയും പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും പച്ചപ്പാണ്. ഇതാണ് പനംകൊട്ടി ചപ്പാത്താണ്. ഡാം തുറന്ന് ശരിക്കും ഒത്തിരി തുറന്നു വിട്ട് കഴിയുമ്പോഴേക്കും ഈ പാലം മൂടും. നല്ല രസമല്ലേ? ഇവിടേക്ക് വന്ന് ഒത്തിരി പ്രാവശ്യം മീൻ പിടിക്കാനും അതുപോലെ നീന്താനൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ചൂണ്ടിടാനുള്ള
നല്ല രസമാണ് കാണാൻ. ഓ വർഷങ്ങൾക്ക് മുമ്പ് ചെക്ക് വലതുകാലം വെച്ച വീടാ കേറിയ വീടാണ്. ഇതാണ് നമ്മുടെ വീട്, പഴയ വീട്, സ്ഥലം, കട, ഇത് റോഡ്. ഇവിടെയായിരുന്നു നമ്മുടെ ജംഗ്ഷൻ. ഇതായിരുന്നു എൻ്റെ പോക്കറ്റ് മണിയൊക്കെ കടയിൽ നിന്നായിരുന്നു, അടിച്ചു മാറ്റിലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വലിയ ചായടികാരനായിരുന്നു ചെക്ക് ഞാൻ. ആ പപ്പട കടയായിരുന്നു. ചേട്ടാ പണ്ട് ചിക്കുനെ വലതുകാല് വെച്ച് എനിക്ക് ഇവിടെ തെങ്ങ് വെപ്പുണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോകും. അവരൊക്കെ കരഞ്ഞുകൊണ്ടാണല്ലോ എല്ലാരും പോകുന്നത്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഈ മൂലയില് അവരുടെ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൂലയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുള്ളതാണ് ഓർത്ത് കരഞ്ഞുകൊണ്ട് പോയെന്ന് അവര് പറഞ്ഞത്. പക്ഷെ നല്ല വ്യൂ അന്ന് നമുക്ക് നല്ല ഭയങ്കര വ്യൂ ആയിരുന്നു. ഞാൻ കരഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ചിക്കു കരഞ്ഞില്ല. അതല്ല ഇവിടെ നിന്നാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചേ. അത് ആൽബം കാണുമ്പോൾ അറിയാൻ പറ്റും. വീടെല്ലാം വീടെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലാന്ന് വെച്ചു. അക്കോലില്ല, അത് ആൾക്കാരുടെ കയ്യിലല്ലേ? എനിക്കറിയത്തില്ല, അത് മമ്മിയുടെ വീട്ടിലായിരിക്കും. ഞങ്ങളുടെ പഴയ റൂം ഇതായിരുന്നു കേട്ടോ. ചിക്കു ഓർക്കുന്നുണ്ടോ? അയ്യോ മേലോട്ട് കയറിയിരിക്കും പിള്ളേരെ. ഓട് തല വീഴില്ല അല്ലേ? ഒന്നുമില്ല. അതായത് ഇത് മാത്രമാണ് ഈ വീട്ടിലെ പുതിയ മുറി. ഇതായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ റൂമാണിത്. ഒളിഞ്ഞു നോട്ടമാണ് ചെക്കു. എനിക്ക് ഇപ്പൊ എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണല്ലേ? എല്ലാം പൊളിഞ്ഞു കിടക്കുക. താക്കോൽ എടുത്തൊന്നുമില്ല. ഈ മുറിക്കകത്ത് കടന്നായിരുന്നു സ്വപ്നങ്ങൾ ആണോ? ഓർക്കുന്നുണ്ടോ? ഒരു സേന കടന്നു കഴിഞ്ഞപ്പോഴേക്കും പൊടി നമ്മുടെ മേത്തേക്ക് വീണു. അന്നേരം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ നമ്മുടെ ടാസ്ക് പെരപണിയണം എന്നുള്ളതാണെന്ന്. അതായത് നമ്മുടെ ഈ വീടിന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം അന്ന് 13 വർഷം മുമ്പ് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്ന വീടായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ചിക്കു ആൾക്കാരൊക്കെ എന്താ പറഞ്ഞേ, അതായത് കോട്ടയം അയ്യപ്പാസ് കളിയാക്കുന്നതായിരുന്നു കേട്ടോ. കോട്ടയം അയ്യപ്പാസ് പോലെയായിരുന്നു. പുറമേന്ന് ഭയങ്കര കുഞ്ഞു വീടാണല്ലോ, പക്ഷെ അതിന് ഉള്ളിലോട്ട് കയറുമ്പോഴേക്കും കുറെ മുറികൾ, 4 ബെഡ്റൂമും ഹാള് കിച്ചണൊക്കെ ആയിട്ടുള്ള റൂമായിരുന്നേ. എല്ലാം കുഞ്ഞുതാണ്. പക്ഷെ എന്നാലും അന്നത്തെ സമയത്ത് എനിക്കങ്ങനെ വീടിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഭയങ്കര വറീഡൊന്നും ആയിരുന്നില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ പഠിച്ച് ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാവുന്നതേ ഉള്ളൂ. വീട് ഞാൻ ഒരിക്കലും പറയായിരുന്നില്ല. ബന്ധങ്ങളാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, അത് നമ്മുടെ ഒരു ചെറിയൊരു തോടൊക്കെ ഒഴുകുന്ന സ്ഥലമാണ് നമ്മുടെ ചിക്കു. പണ്ട് നമ്മള് എപ്പോഴും ഇവിടെ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളത്തിന്റെ സൗണ്ട് കേട്ടാണ് കിടന്നിറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു മ്യൂസിക് പോലെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടാ ഉറങ്ങിക്കൊണ്ടിരുന്നത്. തുണി കഴുകുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. പണ്ട് തുണി കഴുകുന്നത് ഇവിടെയായിരുന്നു. പാത്രങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കഴുകുന്നു. ഇവിടെ ഒരു അരകല്ല്. കൊക്കോ പറിക്കാൻ വേണ്ടി നിറച്ച് നീറാണ്. കൊക്കോ വേണോ? നിങ്ങക്ക് വേണോ? വേണോ? ഉറുമുണ്ട്. നീറ നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചു തന്ന പോലെ നമുക്കിവിടെ പലചരക്കടയും ചായക്കടയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പമൊന്നുമല്ല, ഒരു 8ാം ക്ലാസ് തൊട്ട് ഉള്ള ലൈഫിൽ മൊത്തം ഇവിടെ കച്ചവടമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ പറമ്പിൽ മൊത്തം റബ്ബറാണ്. റബ്ബർ കൃഷി വെട്ടാൻ തുടങ്ങിയിട്ടില്ല, കാരണം ആളെ കിട്ടാനൊക്കെ പാടായതുകൊണ്ട്. കപ്ലങ്ങ കുത്തി പ്രഖ്യാപിച്ചാ തോരൻ വെക്കായിരുന്നു. കപ്ലങ്ങ തോരൻ വെക്കാം. ചെറുത് തോരൻ വെക്കാൻ നല്ലല്ലേ? നമ്മുടെ കല്യാണാൽബം കാണിക്കുമ്പോ ഈ വീടിന്റെ അന്നത്തെ ആ സെയിം പെയിന്റിങ് കേട്ടോ. പിന്നെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഇല്ലോ. അതെ, ഇവിടെ ഭയങ്കര വ്യൂ ആണ്. അതായത് ഇതിപ്പം മൂന്നാർ റൂട്ടല്ലേ, റോഡ് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി റോഡായി. ജോൺകുട്ടി വെയിറ്റ് ചെയ്യേ. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് കനാല് സംഭവങ്ങളൊക്കെ അങ്ങ് താഴെയാണ്. താഴെ കൂടെയാണ്. പിന്നെ ഇത് പക്ക വ്യൂ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പം അറിയത്തില്ല, ചിലപ്പോൾ നമ്മളിവിടെ ഒരു കുഞ്ഞൊരു അല്ലേ ചെയ്യാ, ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു പെരയൊക്കെ പണിത് കഴിഞ്ഞാല് നമ്മൾ അവിടെ ആയതുകൊണ്ടായി നമ്മൾ എന്ത് ചെയ്തിട്ടും ഒത്തിരി മാങ്ങാപ്പഴം ഒക്കെ ഉണ്ട്. റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം വലുപ്പമായി കേട്ടോ. റബ്ബർ വെട്ടാൻ തുടങ്ങിയില്ല. വലിയ മുഴുത്ത റബ്ബറാണ്, പക്ഷെ വെട്ടാൻ തുടങ്ങിയിട്ടില്ല അല്ലേ?
അപ്പോൾ നമുക്ക് പോവാം. നാളെ വരുന്നുണ്ട് കൊക്കോ പറിക്കാൻ. നാളെ കൊക്കോയൊക്കെ പഴുത്തെടുക്കും അല്ലേ യശക്കുട്ട? മാങ്ങ ഉണ്ടായിരുന്നത് മാങ്ങ കൊണ്ടുകൊണ്ട് ചതച്ചോണ്ട് ചോദിക്കാം. ഞാൻ ചിപ്സ് വാങ്ങും. അങ്ങനെ നമ്മൾ പോലെ അവിടെ നോക്കിയില്ല. അവിടെ നോക്കിയില്ല. അപ്പൊ നമുക്ക് അമ്മമ്മ പെട്ടെന്ന് ചിപ്സ് വാങ്ങും. ഞാൻ പെട്ടെന്ന് ഒരു ചിപ്സ് വാങ്ങുന്നത്. ഇവിടെ കണ്ണിനകത്തായിരിക്കുന്നു. എന്തായിരിക്കും അങ്ങനെ ഒത്തിരി ഓർമ്മകളുള്ള വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു അല്ലേ ചെക്കു? സൂക്ഷിച്ചോണേ. നമ്മുടെ കല്ലാറൊട്ടി ഡാമിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒഴുകി വരുന്നതാണേ വെള്ളം മുഴുവനും. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. ബെൽറ്റ് അടിയിലോടെ ഇടും, പക്ഷെ മേളിലോടെ ഇടത്തില്ല അല്ലെ? അത് മേളിലോടെ ക്രോസ് ചെയ്തിട്ടേ ചക്കി. എനിക്കിഷ്ടമായി മേലിടുമ്പോ. തെങ്ങൊക്കെ ഇങ്ങോട്ടേക്ക്. അയ്യോ, തെങ്ങോട്ടേക്ക് കോട പോകുന്ന നോക്കിയാലേ സൈഡ് മണ്ണിടിയുന്നുണ്ട് കേട്ടോ. എന്തോ എനിക്കിഷ്ടമായി സൈഡ്. എടുത്തോണ്ടിരിക്ക. സൂക്ഷിച്ച് വണ്ടി. നമ്മള് പോണ വഴിക്ക് എന്നും വരുമ്പോ നിർത്തുന്നതാണ് ഈ സൈഡിൽ ഒരു പഴംപൊരിക്കടയുണ്ട് ആ ബാക്കില്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു വണ്ടിയില് നമ്മള് കല്ലാറുകുട്ടിയിൽ നിന്ന് വെള്ളത്തൂർ വഴി പോകുമ്പോൾ തോട്ടാപ്പുരയില് നല്ല പഴംപൊരി കിട്ടും. ഈ പഴംപൊരിക്ക് എന്നോ ടേസ്റ്റ് എന്നറിയാമോ? ഇത് ഹൈ റേഞ്ചിലൂടെ യാത്ര ചെയ്തവർക്ക് അറിയാം. എങ്ങനെയുണ്ട് മാളു? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നമ്മുടെ രാജാക്കാട് വീടിന്റെ തൊട്ടടുത്തുള്ളതാണ് റിപ്പിൾ വാട്ടർഫാൾസ് ആണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്താണ് അത്രയില്ല. ശ്രീനാരായണപുരം സ്ഥലത്തിന്റെ പേര്. നമ്മൾ അവിടെ കൂടെ പോയിട്ടു അല്ലേ? ഇതാണ് ഈ വാട്ടർഫാൾസ്. ഇവിടുന്ന് നമുക്ക് 3 കിലോമീറ്റർ ഉള്ളു വീട്ടിലേക്ക്. അങ്ങോട്ട് പോയാലും ഒരാള് മിസ്സിങ്. ജോണിക്കുട്ടി കണ്ട് അവിടെ ഉണ്ണിച്ചേട്ടയുടെ പുന്നും കൂടത്തില് വീട്ടില് സ്റ്റേ ആയി. അവര് വരുന്നില്ല, നാളെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് പോവാതി. ഓർമ്മകൾ അയവർക്കാനായിട്ട് ഇച്ചാന്റെ വീട്ടിൽ പോയതാ. അവിടെ ചെന്ന് തിരിച്ചു വന്ന് ജോണിക്കുട്ടിനെ നമ്മള് മറ്റേ കുഞ്ഞാവ അവരുടെ അടുത്ത് ആക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ എന്നൊക്കെയാടാ ചെയ്തേ? എന്നാലും കൊച്ചിന്റെ ഒരു കിളിക്കാമ്പേട്ട് കിട്ടി. കൊച്ചൊരു ഹാപ്പി ആയിട്ട് ഇപ്പൊ കരയുണ്ടാവുന്നെ. ഏറ്റവും നല്ല മഴയുള്ള ദിവസമായിരുന്നു. പക്ഷെ അന്ന് പോയ വഴിക്ക് അത്ര വലിയ മഴ ഫീൽ ചെയ്യുകയും ചെയ്തില്ല അല്ലേ? നമ്മൾ അറിഞ്ഞില്ല. ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു മൊത്തം ഇടുക്കി ജില്ലയില്. എന്നിട്ടാണ് നമ്മൾ ഈ കറക്കം മുഴുവൻ കറങ്ങിയ. ദൈവകൃപ. അങ്ങനെ നമ്മള് ഫൈനലി വീട്ടിലെത്തി. അതെ. അപ്പോൾ ആ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് നമ്മൾ മാറിയിട്ട് എത്ര വർഷമായി? 13 വർഷം, 12 വർഷം. നമ്മള് മൈനേനെ കാണുമ്പോ ഒരു മൈനേനായിട്ട് കാണരുന്ന് പറയും. ഇതേ മേളിലൊരു മൈന, അതെ താഴെ 2 മൈനകള് അടുപ്പിച്ചിരിക്കണുണ്ടോ? അല്ല, ഒരു മൈന, ഒറ്റ മൈനനെ കാണരുന്ന്. മൈനകൾ പറന്നുപോയി. അങ്ങനെ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ എത്തിയപ്പോഴേക്കും എത്ര മണി? 5:45 അല്ലേ ചെക്കു? 5:45, 6 മണി 6. കറക്റ്റ് വൈകിട്ട് അമ്പലത്തിലെ പാട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ മണിയടി ഇപ്പൊ കേൾക്കും. സാധാരണ ഈ ടോയുടെ ഉള്ളിൽ കുഞ്ഞു പിള്ളേരുടെ വിരൽ കയറുമ്പോൾ കൈ മുറിയും. പക്ഷെ ഇത് ഇച്ചിരി കൂടെ നല്ലതാണ്. ഇതിന്റെ അകത്ത് കയറിയാലും മുറിയില്ല. പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ഒന്ന് വാഷ് ചെയ്താ. സൈഡിൽ കൊണ്ടുപോയി. നമ്മൾ ഈ വീട് 2013 പണി കഴിഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 വർഷം കഴിഞ്ഞല്ലേ താമസിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ വീട് പണിയുന്ന സമയത്ത് നമ്മൾ എഞ്ചിനീയറിന്റെ അടുത്ത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ലക്ഷം രൂപ തീർക്കണം. അത് 50 താഴെ നിൽക്കുന്ന എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ കയ്യിൽ അന്നേരം അത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം
ഹൈ റേഞ്ച് വീട് പണിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പണിയുന്നതിനേക്കാളും ചിലവ് കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്പി, സിമെൻറ്റ് മുതൽ കല്ല് മുതൽ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പണിത് വന്ന് നമ്മുടെ ഈ താഴത്തെ കെട്ടിനൊക്കെ ഭയങ്കര എമൗണ്ടായി. അതല്ല, വീട് പണിക്ക് ഈ എമൗണ്ടിൽ ഇത് സകലതും തീരും എന്നൊക്കെ പറഞ്ഞ എഞ്ചിനീയർ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് നമ്മളെല്ലാം കാണിച്ച് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ആകെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് ഹാളിലും റൂമിലൊക്കെ സ്പേസ് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വക സംഭവങ്ങളൊന്നും നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. പക്ഷെ പണി തുടങ്ങി, കെട്ടിന്റെ പണി അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോ അല്ലേ വീടിനേക്കാ പൈസ കെട്ടിന് വേണമായിരുന്നു. അങ്ങനെ ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് മൊത്തം വീട് പണി ചേർന്നപ്പോഴേക്കും 1,900 ആയിരുന്നു മൊത്തം. അതായത് 2012-13 അത്രയും പൈസ ആയിരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു അതെ ഓർമ്മകൾ ഏവറൊക്കെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെയാണ്. അടുത്ത ദിവസം നമ്മൾ നമ്മുടെ വൈസമ്മാലിൽ നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകും. വീണ്ടും മഴ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ.